അഭിനയിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ നേരിട്ട് കാണാമെന്ന് പറയുന്നത്, അത് എന്താ പറയുക, നിങ്ങൾക്കും ചിന്തിക്കാൻ പറ്റും, അതൊരു വലിയ കാര്യമാണ്. അത് വളരെ സന്തോഷത്തോടു കൂടി ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെന്താ പറയുക, സ്റ്റക്കായിപ്പോയി. അല്ല ജോജുടാ പറയാം. ഒരു നടന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നന്നായി അഭിനയിക്കാൻ പറ്റും, അതിന് ഒരുപാട് അവാർഡുകൾ വാങ്ങാൻ പറ്റും. അതിനപ്പുറം സ്ക്രിപ്റ്റ് എഴുതി സിനിമ ഡയറക്റ്റ് ചെയ്ത് അതും അതിഗംഭീരമായ സിനിമകൾ ചെയ്ത് നമ്മൾ അമ്പരിപ്പിച്ചിട്ടുള്ള ആളാണ് കമൽ സാറ്. അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷൻ 38 മേലെ 39 മേലെയാണെന്ന് തോന്നുന്നു ഡബിൾ റോളുകൾ, അതും 10 വരെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് കമൽ സാർ. നമ്മൾക്ക് ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യാൻ റെഫറൻസ് എടുക്കാൻ വേറെ ആരെയും നോക്കണ്ട, അത്രയും മഹാനായ അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സംതൃപ്തി എന്ന് പറഞ്ഞത്. ഒപ്പം മണിസാറും. അപ്പോൾ ഞാനും ജൂൺ 5 വേണ്ടി കാത്തിരിക്കുകയാണ്, തഗ് ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം. താങ്ക് യു തന്ന കൈയടികൾക്കും നല്ല വർത്തമാനങ്ങൾക്കും താങ്ക്സ്. നമുക്കെല്ലാവർക്കും അഭിമാനമാണ് ജോജു ഏട്ടൻ ഇന്ന് കമൽ സാറിനോട് ഒരു വേദി പങ്കിടുന്നതിൽ. നേരത്തെ സൂര്യ സാറിനോട് പടം ചെയ്തു, വേറെ ലെവൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ. ഗംഭീര കൈയടി കൊച്ചിയുടെ, കേരളത്തിൻ്റെ ഫോർ ദ വൺ ആൻഡ് ഓൺലി ജോജു സാർ. ഒരു റിക്വസ്റ്റ് ഉണ്ട്, ആ സൈഡിൽ